പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈനംദിന ജീവിതത്തിനിടയിൽ ഒരുപാട് കൊലപാതക വാർത്തകളും ആത്മഹത്യ വാർത്തകളും ദിനം പ്രതി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ പിന്നാമ്പുറം അന്വേഷിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണ് ഷാരോൺ വധക്കേസ്. അപ്പോൾ ഗ്രീഷ്മയുടെയും ഷാരോനെയും കാര്യം എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം വളരാനുള്ള കാരണവും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഈ ഒരു പയ്യനെ കൊല്ലുവാൻ വേണ്ടിയുള്ള എല്ലാ ആസൂത്രണം ചെയ്തതും ആ പെൺകുട്ടിക്ക് ചെറുപ്രായത്തിൽ ഒരാളെ കൊല്ലുവാനുള്ള എല്ലാ ബുദ്ധികളും ഉപദേശിച്ചു കൊടുത്തതും സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ വിഷം എവിടെ നിന്ന് കണ്ടെത്തണം, ഏത് രീതിയിൽ വിഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് മരിക്കും, ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ വഴിയാണ്. അപ്പോൾ പോലീസുകാർ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചത് ഈ വിഷത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ സെർച്ച് ചെയ്തതൊക്കെ ഈ ഗൂഗിൾ വഴിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അതിനകത്ത് വലിയൊരു പങ്കുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കഠിനംകുളത്ത് ഒരു വീട്ടമ്മ, ആതിര എന്ന് പറഞ്ഞൊരു വീട്ടമ്മ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ അതിന്റെ പിന്നാമ്പുറം നമ്മൾ അന്വേഷിക്കുന്ന സമയത്തും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു എറണാകുളംകാരനാണ് ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ അന്വേഷിക്കുന്ന സമയത്തും ഇൻസ്റ്റഗ്രാം ആണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വലിയ രീതിയിലുള്ള സ്വാധീനമാണ് ഈ സോഷ്യൽ മീഡിയ ചെലുത്തുന്നത്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു 16 വയസ്സുകാരി പ്രസവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതിന്റെ പിന്നിലുള്ള ആൾ ആരാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയത്. തൻ്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ സ്വന്തം സഹോദരനായ 14-കാരനാണ് ഇതിന് ഉത്തരവാദി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 14-കാരനും ഈ 16-കാരിക്കും ലൈംഗികതയെക്കുറിച്ചൊക്കെ ആരാണ് പറഞ്ഞു കൊടുത്തത്? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ ആണ് അവർക്ക് അത്തരത്തിലുള്ള അറിവുകൾ പകർന്നു നൽകിയത്. അപ്പോൾ വലിയ രീതിയിലുള്ള സ്വാധീനം ഇവരിലൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ചെലുത്തുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടി പറയാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് ഒരു അധ്യാപകന് നേരെ ഒരു +2 വിദ്യാർത്ഥി കൊലവിളി നടത്തുന്നത്. അപ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അവന്റെ മൊബൈൽ പിടിച്ചു വെച്ചതാണ് അവനെ ഏറ്റവും കൂടുതൽ അങ്ങനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അവന്റെ ജീവിതത്തിൽ എത്രത്തോളം ആ മൊബൈലും ആ ഒരു സോഷ്യൽ മീഡിയയും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പണ്ട് മുതൽക്ക് തന്നെ കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുള്ളത് അന്നമ്മ കൊലക്കേസ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായിട്ടുള്ള കൊലക്കേസ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്ന് സംഭവിച്ചത് ആ ഒരു അന്നമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ കഴുത്തറുത്ത് ആരോ കൊലപ്പെടുത്തിയതാണ്. പോലീസുകാർ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി അയൽവക്കത്ത് താമസിച്ചിരുന്ന ഒരുപാട് ആളുകളെ പോലീസുകാർ കൊണ്ടുപോയി വലിയ രീതിയിൽ പീഡനങ്ങളൊക്കെ അവർക്കൊക്കെ ഏൽക്കേണ്ടി വന്നു. എന്നാൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. പണ്ടത്തെ കാലത്ത് അത്തരം കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലീസുകാർക്ക് കണ്ടെത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പല കൊലക്കേസുകളും അങ്ങനെ തെളിയിക്കപ്പെടാതെ ഇന്ന് ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പരിചയപ്പെടുന്ന ആളുകളുടെ കൊലപാതകങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായ ആ ഒരു കൊലപാതകം തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്ത് എത്തി കൊലപാതകം ചെയ്തത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇൻസ്റ്റഗ്രാം തന്നെയാണ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു കൊലപാതകയെ പിടിക്കാനുള്ള ഒരു ഉപകാരം ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടായത്. പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന കഴിഞ്ഞ 7-8 വർഷത്തെ ഈ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്തിൽ ഈ സൈബർ ക്രൈമുകൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ചെറുപ്പക്കാരുടെ അഡിക്ഷനും വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് അവരെ നയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ഈ കുറ്റകൃത്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ വായിക്കുകയും കാണുകയൊക്കെ ചെയ്ത് അങ്ങ് വിടത്തേയുള്ളൂ. നാളെ ഒരു കാലത്ത് നമ്മുടെ വീട്ടിലും ഈ കുറ്റകൃത്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അതായത് നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകളും, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രായപൂർത്തിയാവാത്ത മക്കളും അതുപോലെ പ്രായപൂർത്തിയായ മക്കളൊക്കെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു പ്രായപൂർത്തിയായ, അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അവർക്ക് നമ്മൾ അത്യാവശ്യമായിട്ട് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞാണല്ലോ ആളുകൾ ഈ കുട്ടികൾക്കൊക്കെ മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് അവർ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം? 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമേ അവർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ്, 2 പറഞ്ഞാൽ വാട്സപ്പ്. ഇതിനപ്പുറത്തേക്ക് വേറൊരു പ്ലാറ്റ്ഫോമും അവരെ ഉപയോഗിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയോ അവർക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ്. യൂട്യൂബ് എന്തുകൊണ്ട് സേഫ് ആണെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു സെർച്ചിങ് എഞ്ചിനാണ്, ഗൂഗിളിനെ പോലെ. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു ലൈബ്രറി എന്ന് വിളിക്കാം. അതായത് നമുക്ക് എന്ത് കാര്യം കേൾക്കണം അല്ലെ കാണണം എന്ന് വിചാരിച്ചാലും അതിനകത്ത് നേരെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കേൾക്കാനും കാണുവാനും നമുക്ക് സാധിക്കും.
അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാനോ നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് യൂട്യൂബ് നമ്മൾ ഇങ്ങനെ റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ചാനൽ തുടങ്ങണമെങ്കിൽ തന്നെ അത് ഈ ഇമെയിൽ ഐ ഡി ഒക്കെ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്താൽ ആ ഒരു യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് അത് പെട്ടെന്ന് എത്തിക്കത്തില്ല. അപ്പോൾ അതിനകത്തിൽ പ്രത്യേകിച്ച് ശക്തമായ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഉണ്ട്. അതിനകത്തിൽ അവർ പറയുന്ന കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിലുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്തിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ ഒരു ചാനൽ അവർ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ കൃത്യമായ രീതിയിൽ സേഫായിട്ട് കാണാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അത് കുട്ടികൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള കുഴപ്പമില്ല, മുതിർന്നവർ ഉപയോഗിക്കുന്നതിലും യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളുമില്ല. വാട്സപ്പും വളരെയധികം സേഫാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന നമ്മുടെ കോൺടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അതുപോലെ തിരിച്ചും കോൺടാക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ നേരെ മെറ്റയുടെ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിലേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെറും പ്രൊഫൈലുകളാണ്. അതൊരു സെർച്ചിങ് എഞ്ചിനോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയോ ഒന്നുമല്ല. എല്ലാവരുടെയും പ്രൊഫൈൽ അവിടെ ഇരിക്കുകയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1000 പേര് നിൽക്കുന്ന അതിന്റെ നടുക്കോട്ട് നമ്മുടെ കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ വിവരങ്ങളെല്ലാം നമ്മൾ നാട്ടുകാരുടെ ആ നിൽക്കുന്ന 1000 പേരെടുത്ത് പറയുകയാണ്, ഇന്ന കുട്ടിയാണ്, ഇന്നടത്തെ ആളാണ്, ഇന്നടത്താണ് താമസിക്കുന്നത്, ഇന്ന പോലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ആ 1000 പേരെടുത്തും പറയുന്നതിന് തുല്യമാണ് ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിലോ അക്കൗണ്ട് എടുക്കുന്നത്. ഇപ്പോൾ ചെറിയ സേഫ്റ്റി ആയിട്ടുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്ത് വെക്കാം, അതിലൊന്നും വലിയ കാര്യമില്ല. എന്നാൽ ഈ ലോക്ക് ചെയ്ത് വെച്ച പ്രൊഫൈലുള്ള ആളുകൾക്കും മറ്റുള്ള ആളുകളെ സെർച്ച് ചെയ്യുന്നതിനും മറ്റുള്ള ആളുകളെ കണ്ടെത്തുന്നതിനും ഒക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതാണ് ഇത്തരം ആളുകളെ കണ്ടെത്തുവാനൊക്കെ ഇവരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് നമ്മൾ തിരുവനന്തപുരം കഠിനംകുളത്തെ ആ ഒരു കൊലപാതകം എടുക്കുന്ന സമയത്ത് ഈ എറണാകുളത്ത് കിടക്കുന്ന ആളിനെ ഈ തിരുവനന്തപുരംകാരി എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ ഇൻസ്റ്റഗ്രാം വഴിയാണ്. അപ്പോൾ ഇത്രയും ദൂരെ ഇരിക്കുന്ന ഒരാളെ കണ്ടെത്തുവാൻ അവർക്ക് ഈസി ആയിട്ട് സാധിക്കുന്നു. അവർ തമ്മിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. അവരെ ആ ഒരു ഈ പറഞ്ഞ ആ കൊലപാതകം ചെയ്തവനെ ഈ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്താൻ അവരെ സഹായിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും സാധ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും. ഇത് ഉപയോഗിക്കുന്ന ആളുകളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിലും ഈ ഫേസ്ബുക്കിലൊക്കെ ഈ ചാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, അതായത് മെസ്സഞ്ചർ പോലത്തുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ സുഹൃത്തുക്കളെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു 2 ആപ്പുകൾ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പല കുട്ടികളും അതൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അതിനകത്ത് കൂടുതലായിട്ടുള്ള സാഹചര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്തെ കൊലപാതകം എടുക്കുന്ന സമയത്ത് തന്നെ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വകാര്യ ചിത്രങ്ങളും സ്വകാര്യ വീഡിയോകളൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള സാധ്യതകൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതുപോലുള്ള ഈ മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മുതലെടുത്താണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഇങ്ങനെയുള്ള ഡ്രഗ്സ് കച്ചവടവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രീതിയിൽ വലിയൊരു പങ്കാണ് ഇപ്പോൾ നടക്കുന്നത്, അതായത് ചെറുപ്പക്കാരുടെ ഇടയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ഇങ്ങനെ ഒട്ടനവധി ആപ്ലിക്കേഷൻ ഉണ്ട്. ടെലഗ്രാമിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല. ടെലഗ്രാം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനകത്തൊന്നും ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസും ഇല്ല. ഏത് ടൈപ്പിലുള്ള കണ്ടന്റുകളും അതിനകത്തിലൂടെ സെൻഡ് ചെയ്യാനും അതിനകത്തിൽ ഇടുവാനും വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരമുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്ത് ഉപയോഗിക്കണം. അതിനകത്ത് നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മുതിർന്നവരുൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വീട്ടമ്മമാരൊക്കെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അവരവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരൊക്കെ പറ്റിക്കപ്പെടുന്നത് അവർ ഇൻസ്റ്റഗ്രാം വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയൊക്കെ പരിചയപ്പെടുന്ന ഒരുപാട് ആണുങ്ങൾ കാണും. അപ്പോൾ അവരോടൊക്കെ വീഡിയോ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ യൂട്യൂബിലൊന്നും അങ്ങനെയുള്ള വീഡിയോ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. എന്നാൽ വാട്സപ്പിലുണ്ട്. വാട്സപ്പിൽ നമുക്ക് കോൺടാക്റ്റ് ഉള്ള ആളുകളായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ പരിചയപ്പെടുന്ന അപരിചിതരായിട്ടുള്ള ആളുകളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുകയും അങ്ങനെ അവിടെ അവരുടെ നഗ്ന ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയും, അപ്പോൾ ഈ വീട്ടമ്മമാരൊക്കെ ധരിക്കുന്നത് അതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള വീഡിയോ കോളിങ്ങുകളൊന്നും ഒരു കാരണവശാലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക സ്ക്രീൻ റെക്കോർഡിങ് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതൊക്കെ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടും വളരെ വിദഗ്ധമായിട്ട് വീട്ടമ്മമാരെയൊക്കെ പറ്റിക്കും, ഇതുപോലെ അറിയാത്ത സ്ത്രീകളെയൊക്കെ പറ്റിക്കും. അങ്ങനെയാണ് ഇവരുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ അവർ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് ബ്ലാക്ക്മെയിലിലേക്ക് കടക്കുകയും ഇതുപോലുള്ള വലിയ കൊലപാതകങ്ങളിൽ ചെന്ന് ചേരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇനിയുള്ള നാളുകളിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള കുറ്റകൃത്യങ്ങളുടെ അളവ് കൂടി വരുത്തിയുള്ളൂ. ഇതിന് കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണം ഗവൺമെന്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ അളവ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.